കുറച്ച് കാര്യങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടത് കൊണ്ട് അതെനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ച് വിഷമം കൂടി ഉണ്ട്. ആ വിഷമം ഒന്ന് പങ്കുവയ്ക്കുന്ന അത്രയേ ഉള്ളൂ. അത് ഈ വീഡിയോ എങ്കിലും കണക്കിലെടുത്ത് ഇനി വരാൻ ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ആൾ അതൊന്ന് സ്റ്റോപ്പ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ വഴി ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല വേറെ ആരെയും മനസ്സ് വിഷമിപ്പിക്കാനോ ഒന്നുമല്ല. ഈ പറയുന്ന ഞാനും ഒരു സലൂണിൽ സർവീസിന് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളാണ് ഞാനിപ്പോൾ വോയിസ് ആയിട്ട് പറയാൻ എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു വലിയൊരു ലക്ഷറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സർവീസ് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കും. അതൊന്നീ കാർഡാവട്ടെ ക്യാഷ് ആവട്ടെ എന്തോ ആവട്ടെ കൊടുത്തിട്ട് പോകും. ആ സർവീസ് ഓക്കെ ആണെങ്കിൽ അവർ ഇനിയും ആ ഷോപ്പിൽ പോവുകയും ചെയ്യും, ഇല്ലെങ്കിൽ പോകത്തില്ല. അത്രേ ഉള്ളൂ. അതാണ് നടന്നു വരുന്നത്. നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ ഒന്ന് സർവീസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട്, ബാർഗൈനിങ്, ഒരു 500 രൂപയുടെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാർഗൈനിങ്. എന്തിന്? എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. 50 രൂപ, എൻ്റെ അവിടെ ത്രെഡ് 50 രൂപയാണ്. ഈ 50 രൂപയിലും ഡിസ്കൗണ്ട് ചോദിച്ച അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ കണ്ണം തള്ളി ഇങ്ങനെ നിന്നിട്ടുണ്ട്. 50 രൂപയിലും ഡിസ്കൗണ്ട്, അതിലും ഡിസ്കൗണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് നമ്മൾ ഒരു ഓഫർ ടൈം കൊടുക്കും. ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പോൾ ഒരു ഓഫർ ഇടുന്നുണ്ട്. അത് ഓഫർ ഇടുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ആ ഓഫർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് സർവീസ് ചെയ്യുക. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാരണവശാലും ബാർഗെയിൻ ചെയ്യരുത്. നമ്മൾ ഒരു ആകെ എൻ്റെ ഷോപ്പിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടാണ് ഞാൻ ഓരോ സർവീസ് ചാർജും എടുക്കുന്നത്. ഇപ്പം എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട്. അതായത് ഫേഷ്യൽ ചെയ്തിട്ട് പൈസ തരാതെ പോയിട്ടുള്ളവരുണ്ട്, പിന്നെ അവർ ഈ വഴിക്ക് വരാതിരുന്നിട്ടുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പം എല്ലാം കൂടി താങ്ങുന്നതിലപ്പുറമായപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ അങ്ങ് ചെയ്യാം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ സർവീസിന് വരുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങുന്നു, അത്രേ ഉള്ളൂ. ആ കൂലിയിലും നിങ്ങൾ പിടിച്ച് വാങ്ങണത് എന്തിന് എന്ന് മാത്രമേ ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ പൈസ തരുന്നു. ഞാൻ വാങ്ങുന്ന ആ ക്യാഷിന് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഞാൻ എന്ത് വർക്ക് ചെയ്താലും അവരുടെ ആ സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് ഞാൻ വാങ്ങുന്ന ക്യാഷിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. മനസ്സിലായോ? കുറച്ച് ഐബ്രോ എടുക്കുകയാണെങ്കിൽ ഐബ്രോയുടെ ഫോർഹെഡ് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഫോർഹെഡ് ഐബ്രോ എടുത്തതിന് ശേഷം പറയുന്നത് ഇത്രയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് തരും. പക്ഷെ അത് ചാർജ് ചോദിക്കരുത്. പറയുമ്പം എല്ലാം കണക്കിലെടുത്ത് പറയണം. എല്ലാം ഓക്കെ ആയിട്ട് പൈസ വാങ്ങുമ്പോൾ മാത്രം എല്ലാവർക്കും ഒരു ബാർഗെയിനിങ് ഉണ്ട്, പിന്നെ ഒരു ഡിസ്കൗണ്ട് ചോദിപ്പുണ്ട്. അത്യാവശ്യം ഡിസ്കൗണ്ട് എല്ലാ ഷോപ്പുകാരും എല്ലാ ഫെസ്റ്റിവലിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫെസ്റ്റിവൽ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് ഓഫറും ഡിസ്കൗണ്ടും അപ്പോൾ ഇടാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞ ഓഫർ ഇപ്പം തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ദയവ് ചെയ്ത് ഭയങ്കര ഒരു വലിയൊരു റിക്വസ്റ്റ് ആയിട്ട് പറയണത്, നമ്മൾ ഡിസ്കൗണ്ട് ഷോപ്പ് ഓണേഴ്സ് ഡിസ്കൗണ്ട് തരും, അപ്പം നിങ്ങൾ സ്വീകരിക്കുക. അല്ലാത്തപ്പോൾ ഡിസ്കൗണ്ട് ചോദിക്കരുത്. കാര്യം ഓരോ ബ്യൂട്ടി പ്രോഡക്റ്റിന് അതിന് വിലയാണ് കത്തി കയറുന്നത്. അവർക്ക് ചെയ്തു കൊടുക്കുന്ന സർവീസ് കുറയ്ക്കാനും പാടില്ല, ക്യാഷ് കൂട്ടി ചോദിക്കാനും പാടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഷോപ്പിൽ നിന്നല്ല